ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം വേടനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ മതിയായിരിക്കും. നമ്മുടെ വേടൻ എന്ന് പറയുന്ന ഗായകൻ, റാപ്പ് സിംഗർ ഇപ്പൊ അടുത്ത് എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് കഞ്ചാവ് കേസിൽ അകത്ത് പോയി. അതും കൈവശം വെക്കാൻ പറ്റുന്ന ഒരു 5 ഗ്രാം കഞ്ചാവ് മാത്രമാണ്. പുള്ളിക്കാരനെ അതിനകത്ത് വിട്ടു. ഇപ്പൊ മറ്റേ പുലിപ്പല്ലിന്റെ കേസിനാണ് വനം വകുപ്പുകാരുടെ കയ്യിലിരിക്കുന്നത്. ഇവിടെ കേസിന്റെ വഴിക്ക് പോട്ടെ, നമ്മൾ അതല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേടനെ പറയുന്ന സമയത്ത് കുരു പൊട്ടുന്ന ചില ആളുകളുണ്ട്, ചില അന്തം ഫാൻസ്. നമ്മൾ അവരെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് വേടനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതിന് ഒരു പേടി, ഒരു മടി ഉണ്ടായിരുന്നില്ല. വേടൻ എന്ന് പറയുന്ന ഗായകൻ അല്ലെങ്കിൽ ഒരു റാപ്പർ എന്ന നിലയിൽ എനിക്ക് വേടന്റെ പാട്ടുകൾ ഇഷ്ടമാണ്, ഞാൻ ആസ്വദിക്കാറുണ്ട്. അയാൾ വിളിച്ചു പറയുന്ന പച്ചയായ രാഷ്ട്രീയം ഒക്കെയാണ്. ഐ എം അഗ്രി വിത്ത് ദാറ്റ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ പാലിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അയാൾ ഉപദേശമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു കാര്യത്തെയാണ് കൂടുതലായിട്ട് ഞാൻ വിമർശിച്ചിട്ടുള്ളത്. അയാൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയാൻ അയാൾക്ക് എന്താണ് അർഹതയുള്ളത്? കഞ്ചാവും വൺ കൈൻഡ് ഓഫ് ലഹരി തന്നെയാണ്, മദ്യം എല്ലാം ലഹരി തന്നെയാണ്. അതിന് സിന്തറ്റിക് ഡ്രഗ്സ് വേറെ, മറ്റേ ഡ്രഗ്സ് വേറെ, മറിച്ച ഡ്രഗ്സ് വേറെ, സിഗരറ്റ് വേറെ, അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നും വേറെ സെപ്പറേറ്റ് പേരുകളൊന്നും ആവശ്യമില്ല. കഞ്ചാവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വസ്ഥമായ ഒരു ബോധത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? അതും വൺ കൈൻഡ് ഓഫ് ലഹരി തന്നെയാണ്. ഇതിനെ വെള്ളപൂശാൻ വേണ്ടി കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, വേടന്റെ അന്തം ഫാൻസ്. കമന്റ് ബോക്സ് കിടന്നിട്ട് ആവശ്യമില്ലാതെ എന്തൊക്കെയോ ആണ് അവർ വിളിച്ചു പറയുന്നത്. അതിൽ കുറച്ച് കമന്റും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം, ഡിസ്കസ് ചെയ്യാം. ഇത്രയും നല്ല അറിവിന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് താങ്ക്സ്. ആദ്യം പോയി കാര്യങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് വന്നിട്ട് ചിലക്കി. എന്താണ് ചേട്ടാ പഠിക്കേണ്ടത്? ന്യൂസ് ചാനലിൽ കാര്യങ്ങൾ കാണിച്ചതിനെ കൂടുതലൊന്നും പോയി പഠിക്കാനൊന്നുമില്ലല്ലോ. അയാളുടെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു, അത് ഉപയോഗിക്കുന്നുണ്ട് എന്നും അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതിനു മുമ്പും ഒരു പ്രാവശ്യം വേടനെ കഞ്ചാവ്, അന്ന് 7 ഗ്രാം 8 ഗ്രാം എങ്ങാണ്ടുമാണ്, അന്നും ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾ അത് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുള്ളതും അറിയാം. ആണേ, അങ്ങനെ ഈ സാധനം വലിച്ചു കയറ്റിയിട്ടാണ് പുള്ളി പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ കുടിക്കരുത് വലിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. ആദ്യം സ്വയം നന്നാവണം, എന്നിട്ടേ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, നിനക്ക് അരി മേടിക്കാനുള്ള കണ്ടന്റ് കിട്ടുന്നുണ്ടല്ലോ, ഉണ്ട്, എന്തേ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. വേടൻ പറഞ്ഞത് കൊള്ളേണ്ടവർക്ക് കൊണ്ട്, നിന്നെ കൊണ്ട് പറ്റുമോ ഇതുപോലെ ജനങ്ങളോട് സത്യം വിളിച്ചു പറയും? ചുമ്മാ എന്തെങ്കിലും ചാനലിൽ നിന്ന് കിട്ടുന്ന വാർത്ത എടുത്തിട്ട് ഇരുന്ന് നെകളിക്കാതെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്ക്. ചേട്ടന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ കഞ്ചാവൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണെങ്കിൽ എന്നാൽ പിന്നെ എല്ലാവരുടെ വീട്ടിലും മറ്റേ റേഷൻ കാർഡിൽ അരി കിട്ടുന്ന പോലെ റേഷൻ കാർഡിൽ കഞ്ചാവ് എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടെ ഉൾപ്പെടുത്താം. ഓരോരുത്തർക്ക് 5 ഗ്രാം കഞ്ചാവ് വെച്ചിട്ട് ഉപയോഗിക്കട്ടെ. ചേട്ടനൊരു കാര്യം ചെയ്തത് എത്ര നല്ല കാര്യമാണ് എന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ വീട്ടിൽ ഭാര്യയോ മക്കളോ അമ്മയോ പെങ്ങളോ എല്ലാവർക്കും ഒരു 5 ഗ്രാം വെച്ച് കൊടുക്കുക. അവരും കൂടെ അങ്ങോട്ട് വലിച്ചിട്ട് സൂഹിക്കട്ടെ. ചേച്ചി പറഞ്ഞ പോലെ കറിവേപ്പിലാണ് എന്നൊന്നും വേടൻ പറഞ്ഞിട്ടില്ല, കഞ്ചാവ് ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ വേടൻ അത് യൂസ് ചെയ്യുന്ന ആളാണ്, അത് അവനെ എല്ലാവരോടും യൂസ് ചെയ്യാനല്ലല്ലോ പറഞ്ഞത്, അത് യൂസ് ചെയ്യല്ലേ എന്നല്ലേ പറഞ്ഞത്. മോളെ, അത് തന്നെ ഞാനും പറയുന്നു. ഒരാൾ ഉപയോഗിക്കുക, അയാളോട് അത് ഉപയോഗിക്കും, മറ്റൊരാളോട് അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? എനിക്ക് അതാ മനസ്സിലാത്തത്. നമുക്കത് പറയണമെങ്കിൽ അതിൻ്റെതായ ഒരു യോഗ്യത. ഇപ്പോൾ ഉദാഹരണം പറയണം, ഞാൻ മദ്യപിക്കുന്ന ഒരാളാണ് എന്നതിലേക്ക് എനിക്ക് മറ്റൊരാളോട് പറയാൻ പറ്റില്ല നിങ്ങൾ മദ്യപിക്കരുത് എന്നുള്ളത്. കഴിവില്ലാത്തതുകൊണ്ട് എന്തായാലും യൂട്യൂബ് വെച്ച് ചോറ് മേടിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി ചേച്ചി ഇനിയിപ്പോൾ കുറച്ച് കൊണയടിച്ച് റീച്ച് എടുക്കാനുള്ള പരിപാടിയാണ്. ഥൂ. സത്യം പറയുന്ന സമയത്ത് ചില ആൾക്കാർക്ക് കൊള്ളും, പ്രത്യേകിച്ച് ഈ അന്തം ഫാൻസ്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ചെലവിന് തരുന്നത് വേടനായിരിക്കാം, എനിക്ക് ചെലവിന് തരുന്നത് വേടനല്ല. ഞാൻ എൻ്റെതായ രീതിയിൽ പണിയെടുത്ത് അധ്വാനിച്ച് തന്നെയാണ് തിന്നുന്നത്. പിന്നെ യൂട്യൂബിൽ നിന്ന് ചോറ് വാങ്ങാനുള്ള വരുമാനം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയിട്ടില്ല, മനസ്സിലായോ? അത് വാങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി, എനിക്ക് യൂട്യൂബ് വരുമാനം കിട്ടി, ഞാൻ അതെന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ എത്തിക്കാം. ഇപ്പം ഞാൻ എന്തായാലും ചോറ് കഴിക്കുന്നത്, അരിഭക്ഷണം കഴിക്കുന്നത് വേടൻ എനിക്ക് തരുന്ന വേടനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേടൻ എനിക്ക് തരുന്ന പൈസ കൊണ്ടല്ല, അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് തന്നെയാണ്, മനസ്സിലായോ? സിന്തറ്റിക് ലഹരി പാടില്ല എന്നാ പറഞ്ഞത്, ഗഞ്ച മരുന്നാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസുകാർ കഞ്ചാവ് വേട്ടയ്ക്ക് അതിനൊക്കെ ഇറങ്ങുന്നത്? മരുന്നാണെങ്കിൽ മരുന്ന് സപ്ലൈ ചെയ്തോട്ടെ എന്ന് കരുതണം. ഓരോരോ ന്യായീകരണങ്ങളെ. എന്നാൽ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ മറ്റു മരുന്നുകളെല്ലാം ബാൻ ചെയ്തിട്ട് അതെല്ലാം അടച്ചു കൂട്ടിയിട്ട് ഗഞ്ചാവ് ആളുകൾക്ക് ഓരോ ഇലയോ എനിക്കതിന്റെ സംഭവം എന്താണെന്നുള്ളത് അറിയില്ല, എങ്ങനെയാണ് അത് കൊടുക്കുന്നതെന്നുള്ളത്. ഓരോ ഗ്രാമോ 2 ഗ്രാമോ 3 ഗ്രാമോ വെച്ചിട്ട് അത് കൊടുക്കട്ടെ. ഗഞ്ചാവ് മരുന്നാണെങ്കിൽ ഏതോ വെള്ളഭൂഷണം വേടനെ പറയുന്നത് കൊണ്ടുപോകും. അപ്പൊ പിന്നെ അതങ്ങോട്ട് പെയിന്റ് അടിച്ച് നികത്തിയേക്കാം. അതാണ് മോളെ, അടുത്ത് നിനക്കൊക്കെ അവനോടുള്ള അസൂയയും പകയും. എനിക്കെന്തിനാ വേടനോട് അസൂയ? എനിക്ക് എന്തായാലും പാട്ട് എഴുതാനും അറിയത്തില്ല, എനിക്കത് റാപ്പാക്കി പാടാനും അറിയത്തില്ല. പിന്നെ ഞാൻ എന്തിനാണ് അസൂയ ഉണ്ടാക്കുന്നത്? ആസ് എ റാപ്പർ എന്ന നിലയിൽ ഇയാളെ, ഈ ശ്രീനാഥ് വാസിനെ, പിന്നെ ആക്ടർ എന്ന നിലയിൽ മറ്റേ നമ്മളെ ഷൈൻ ടോം ചാക്കോൻ, ഇവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എന്നും കരുതിയിട്ട് ഇവർ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരും കൈയടിച്ച് സപ്പോർട്ട് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഈ നിറം ഒരിക്കലും മങ്ങില്ല പ്രിയ സഹോദരി. നിങ്ങൾ എത്ര ട്രോൾ ചെയ്യാലും കുറെ പേർക്ക് കുരു പൊട്ടുന്നുണ്ട് അല്ലേ? അതെ, വേടനെ ട്രോൾ ചെയ്യുന്ന സമയത്ത് കുരു പൊട്ടിയ ഒരാളാണല്ലോ പ്രിയ സഹോദരനും കൂടെ.
അയാളെ പറയുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തിനാണ് ഇത്ര പ്രശ്നം? അയാൾ കഞ്ചാവ് കൈവശം വെച്ചതും കഞ്ചാവ് ഉപയോഗിക്കുന്നതും ശരിയായ കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? അയാളുടെ ടാലന്റ് വേറെ, പ്രവൃത്തി വേറെ. ടാലന്റ് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരുന്നില്ല. അയാൾ നല്ലൊരു പാട്ടുകാരനാണ്, നന്നായിട്ട് എഴുതും, രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ പാട്ടിലൂടെ പറയും. അയാളുടെ രാഷ്ട്രീയം പാട്ടിലൂടെ പറഞ്ഞത് വെച്ചിട്ട് സമൂഹത്തിൽ പുരോഗതി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് അയാൾക്ക് എന്താണ് വ്യക്തിപരമായിട്ട് ഒരുപാട് ലാഭങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ ഇപ്പോഴും വിളിച്ചു പറയും. അയാളുടെ പച്ചയായ രാഷ്ട്രീയങ്ങൾ ആ ഒരു വരികളിലും കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു വ്യക്തി, വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പുരോഗമനം സാമ്പത്തികമായും എന്താണ് പ്രശസ്തിയായിട്ടൊക്കെ കിട്ടി എന്നല്ലാണ്ട് സമൂഹത്തിൽ ആ ഒരു റാപ്പ് കൊണ്ട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. നീ ആദ്യം ലാലിന്റെ ആനക്കൊമ്പിനെ പറ്റി വീഡിയോ ചെയ്യും, മുട്ട് വിറയ്ക്കും, നിന്നെ ചാലഞ്ച് ചെയ്യുന്നു. ലാലിന്റെ ആനക്കൊമ്പ് കേസ് കേട്ടൊക്കെ ഏത് കാലം കഴിഞ്ഞതാ? ഇനി അതും പൊക്കി പിടിച്ചോണ്ട് വരികയാണോ? നാളെ ലാലിന്റെ കയ്യിൽ നിന്ന് വേറെ പുലിനകോ മാനിന്റെ തോലോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് അത് അപ്പം ചെയ്യാം. മോഹൻലാൽ പ്രതിയായിട്ടുള്ള ആനക്കൊമ്പ് കേസ് പെരുമ്പാവൂർ 2023 നടന്നിട്ടുള്ള സംഭവമാണ്. അത് കഴിഞ്ഞിപ്പോൾ 2 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് വേടന്റെ ഒരു സംഭവം ഇറങ്ങുന്നത്. ഇപ്പൊ അതാ നമ്മുടെ സുരേഷ് ഗോപിന്റെ കഴുത്തിൽ എന്താ പുലിനകമോ, പിന്നെ ജയറാമിന്റെ കഴുത്തിലേതോ, അങ്ങനെ എന്താ അഖിൽ മാരാറിന്റെ കഴുത്തിൽ, അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ന്യൂസ് ചാനലൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചൊരു വീഡിയോ ചെയ്യാം. എനിക്കിപ്പം ഞാൻ മോഹൻലാലിന്റെ ചെലവിനല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ മോഹൻലാലിനെ വെച്ച് വീഡിയോ ചെയ്യാൻ എനിക്ക് എന്തിനു മുട്ട് വിറയ്ക്കണം? പറയാനുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും. എന്താ നിങ്ങളുടെ വേടൻ പാട്ടിലൂടെ രാഷ്ട്രീയങ്ങൾ വിളിച്ചു പറയുന്നില്ലേ? വേടന്റെ മുട്ട് വിറയ്ക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ എന്റെ മുട്ട് വിറയ്ക്കാനൊന്നും പോകുന്നില്ല. നിനക്ക് ഒരു കിണ്ടി അറിയാണ്ട് ചിലക്കാതിരിക്കും. ഇവരൊക്കെ ചിലപ്പോൾ വേടന്റെ ഗഞ്ചാ കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ ഇത് വലിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് അവർ ഈ ഒരു ഗഞ്ചാ കാര്യത്തിന് ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഇവിടെ ഉറക്കനെ വായിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു എന്താ ടോണി പീറ്ററോ അങ്ങനെ ഏതോ ഒരു അലവലാതി നല്ലൊരു അന്തസ്സായിട്ടുള്ള കമന്റ് അവന്റെ വീട്ടിലെ, എനിക്ക് തോന്നുന്നു അവന്റെ വീട്ടിലെ എന്തോ കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾ കണ്ടു കാണും. വീഡിയോ കണ്ട സമയത്ത് അമ്മയോ പെങ്ങളോ ആരോ ആണെന്ന് കരുതി മിസ്റ്റേക്കിൽ ടൈപ്പ് ചെയ്ത് വന്നൊരു കമന്റാണ്. എന്തായാലും അമ്മ ഈ പറഞ്ഞ പേരും പെങ്ങൾ ഈ പറഞ്ഞ പേരും അന്വേഷണം ചോദിച്ചിരിക്കുന്നു. പിന്നെ ഇവനെ കുറ്റം പറയാൻ പറ്റില്ല. വീട്ടിൽ ചിലപ്പോൾ അമ്മയ്ക്കും പെങ്ങൾക്കും ഇല്ലാത്ത സാധനം ആയതുകൊണ്ടായിരിക്കും ഈ ചെറ്റപൊക്കി നാട്ടിലെ പെണ്ണുങ്ങൾ തപ്പി നടക്കുന്നത്. സ്വാഭാവികം. ഈ ഒരു ജനറേഷന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം സെലിബ്രിറ്റീസിന്റെ പുറകെ പോകുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ന്യൂജൻ പിള്ളേര് എന്ന് പറയാം. നമ്മുടെ ഒക്കെ ഒരു 2010 ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങോട്ട് ജീവിച്ചു വരുന്ന ആളുകൾ കൂടുതലായിട്ട് അവർക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആൾക്കാർ, സിനിമയിൽ പാട്ട് പാടുന്ന ആൾക്കാർ, സിനിമ ആക്ട്രസ്, ആക്ട്രസ് ഇവരൊക്കെയാണ് വലിയ ആരാധനാമൂർത്തികളും കാര്യങ്ങളൊക്കെ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അവരെന്തെങ്കിലും പറയുമ്പോഴേക്കും അവർക്ക് വേഗം കൊള്ളും, അവർക്ക് വേഗം അത് പൊള്ളുന്നുണ്ട്. എന്തിനാണ് ഈ പൊള്ളുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അവർക്ക് ചെലവിന് കൊടുക്കുന്ന അവരല്ല. നിങ്ങൾ ഈ ആരാധന മൂത്ത് അവരെ പുറകെ നടന്നിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായോ ശാരീരികമായോ യാതൊരു തരത്തിലുള്ള ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി ഇങ്ങനെ അവർ ചെയ്യുന്ന എല്ലാ കൊളരായ്മകളും കൂടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം തന്നാൽ നല്ലത്. ഞാൻ ഒരാളുടെ അന്തഫാൻസ് അല്ല. ഞാൻ അവരുടെ ഒരാളുടെ കഴിവുണ്ടോ ഞാൻ അത് ആസ്വദിക്കും. പാട്ടാണെങ്കിൽ പാട്ട്, ആക്ടിംഗ് ആണ് ആക്ടിങ്, അത് അവിടെ കഴിഞ്ഞു. അല്ലാണ്ട് ഞാൻ മോഹൻലാലിന്റെ ഫാനാണ്, ഞാൻ മമ്മൂട്ടിന്റെ ഫാനാണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തുള്ളവരെ തെറി പറയാനോ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും അത് വെള്ളപൂശി നടക്കാനോ ഞാൻ നടക്കത്തില്ല. ദിലീപിന്റെ ഒരു വിഷയം വന്നു. ദിലീപ് ആ ഒരു നടിയെ ആക്രമിച്ച കേസ്, ദിലീപ് ചെയ്തതാണ് ശരി എന്ന് പറഞ്ഞ് എന്തോരം ആളുകൾ വീഡിയോ ദിലീപിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ പറഞ്ഞേ. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇപ്പൊ അടുത്ത് നമ്മുടെ രേണുസുധിയുടെ ഒരു വിഷയം ഉണ്ടായി. ഈ സ്വപ്ന സുരേഷിന് ആളുകൾക്ക് അറിയാൻ മതിയായിരിക്കാം. സ്വർണ്ണക്കടത്തിൽ ഒരു പ്രതിയാണ് ഈ പെണ്ണുങ്ങള്. ഇവര് രേണുസുധീന്റെ വിഷു സംബന്ധമായിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടിന് ഇട്ടൊരു പോസ്റ്റാണിത്. ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന പെണ്ണുമ്പിള്ളി ഇട്ടപ്പോ നാട്ടില് ഇതേപോലെ കുരുപൊട്ടിയ കുറെ മാന്യമാര് വന്ന് പറഞ്ഞത്, രേണുവിനെ പറയാൻ സ്വപ്ന സുരേഷിന് എന്താണ് അധികാരം, അല്ലെങ്കിൽ എന്താണ് അവകാശം, അല്ലെങ്കിൽ എന്താണ് യോഗ്യത? മെയിനായിട്ട് യോഗ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വപ്ന സുരേഷിന്റെ യോഗ്യത ചോദ്യം ചെയ്തത്? അതിന്റെ കാരണം എന്താണ്? ബിക്കോസ് അവരൊരു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ആയതുകൊണ്ട്, അതായത് ഒരു കുറ്റകൃത്യത്തിൽ പ്രതിയായിരിക്കെ ഇങ്ങനെയുള്ള ഒരു സ്ത്രീനെ അവർക്ക് വിമർശിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് കഞ്ചാവ് ഉപയോഗിക്കുന്ന വേടനെ മറ്റു ലഹരികൾ ഉപയോഗിക്കരുതെന്ന് മറ്റൊരാളെ ഉപദേശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇപ്പൊ ഞാൻ മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആളോട് പറയും നിങ്ങൾ മോഷ്ടിക്കരുതേ, അതൊരു ഉപദേശമാവോ? ആദ്യം നമ്മൾ നന്നായിട്ട് കാണിച്ചു കൊടുക്കണം, എന്നാലേ അവരത് അനുസരിക്കുള്ളൂ. കുറെ ആൾക്കാർ മരുന്നാന്ന് പറയുന്നുണ്ട്. ഇനി ഇവരിതെല്ലാം കൂടെ വീട്ടിൽ കയറ്റി വെച്ചിട്ട് മരുന്നാന്ന് പറഞ്ഞ് ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കും പെങ്ങൾക്കും കുട്ടികൾക്കും കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യൂത്തല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു കമന്റ് ഭയങ്കര ഹൈലൈറ്റ് ആണ്. എന്റെ ചുണ്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞാൻ ആരാണെന്നാണ് ഈ കമന്റ് വിദഗ്ധൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തൊക്കെ ഉണ്ടല്ലോ മുഖം നോക്കി ലക്ഷണം പറയുന്ന ആളുകൾ, അത്തരത്തിലുള്ള ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ് ഇദ്ദേഹം. എന്റെ ചുണ്ട് നോക്കി പുള്ളിക്കാരൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫേക്ക് ഐഡിയ ആണ്. പുള്ളിക്കാരന് മുഖമില്ലാത്തതുകൊണ്ട് അത്തരത്തിലൊരു ശാസ്ത്രം മുഖം നോക്കി വായിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളി അത്രയും ധൈര്യമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആദ്യം സ്വന്തം ഐഡിയയും കാര്യങ്ങളൊക്കെ ഒന്ന് യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്തിട്ട് സ്വന്തം വ്യക്തിത്വം കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിമർശിക്കാൻ നിൽക്കട്ടെ.
അല്ലാണ്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നിട്ട് എന്തെങ്കിലും കമന്റ് കുത്തിവാരി എഴുതി കഴിഞ്ഞ് ഞാൻ വലിയ ആണാണ് അല്ലെങ്കിൽ ഞാൻ വലിയ പെണ്ണാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല മക്കളെ. വേടൻ എന്നല്ല ഏത് ആള് എത്ര വലിയ ആൾ ചെയ്തു കഴിഞ്ഞാലും തെറ്റാണോ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യും. അതിൽ എനിക്ക് പ്രത്യേകിച്ച് പേടിയോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇത്തരത്തിലുള്ള ക്ലീശേ കമന്റുകളും കാര്യങ്ങളൊന്നും വരാതിരിക്കുക. എന്റെ ചെലവിന് തരുന്നത് വേടനല്ല, അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേടൻ ചെലവിന് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ വാങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. അതാ വേടനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. വേടന് വേണ്ടി സംസാരിക്കലാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.